السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഒരുപാട് തിരക്ക് കാരണം ഇനിയും 16-ാം തീയതി വരെ ഒഴിച്ചുകൂടാത്ത കുറേ സൗകര്യങ്ങളുണ്ട്. അതിനിടയിൽ വീട്ടിലിപ്പോൾ എത്തിയേ ഉള്ളൂ. എന്നാലും നമ്മൾ ക്ലാസ് മുടക്കേണ്ടെന്ന നിലക്ക് ഒരല്പസമയം നമുക്ക് ആ കാര്യം ചർച്ച ചെയ്യാം. 2-3 ആളുകൾ 2-3 സംശയം ചോദിച്ചിരുന്നു. അത് പ്രൈവറ്റിൽ ചോദിച്ചവരുണ്ട്, അല്ലാതെ ചോദിച്ചവരുണ്ട്. ഏതായിരുന്നാലും എല്ലാവർക്കും കൂടി ഒരു മറുപടി അങ്ങോട്ട് പറഞ്ഞ് നമുക്ക് കുറച്ച് വിഷയം ക്ലാസ് സംബന്ധമായിട്ട് പറയാം. അള്ളാഹു ഹക്ക് മനസ്സിലാക്കി യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിലായി ജീവിക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങളൊക്കെ എപ്പോഴും ദുആ ചെയ്യണം. അതായത് ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിലൊരു വിദ്യാഭ്യാസ ബോർഡ് അത് സ്ഥാപിക്കാൻ കാരണക്കാരനായത് ബഹുമാനപ്പെട്ട മർഹൂം നൂറുൽ ഉലമ MA ഉസ്താദാണ്. നമ്മൾ ക്ലാസ്സിൽ അത് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ സംശയം ചോദിച്ച അയാളുടെ സംശയം, ഇങ്ങനെ MA ഉസ്താദ് അത് സ്ഥാപിക്കാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ സ്ഥാപിച്ചു വന്നു. 89-ൽ ഈ വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട മർഹൂം താജുൽ ഉലമ ഉള്ളാൾ തങ്ങൾ ആണതാണ്. പിന്നെ എങ്ങനെ ഈ വിദ്യാഭ്യാസ ബോർഡ് മറ്റുള്ളവരുടെ കയ്യിൽ അമർന്നു എന്നാണ് ചോദ്യം. അത് ധാർമ്മിക ബോധം ഇല്ലാത്ത ഒരു കക്ഷി അപ്പുറത്തായതുകൊണ്ട് അമർന്നു എന്നേ ഉള്ളൂ. വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രസിഡന്റ് എന്ന നിലക്ക് ബുക്കുപ്പോയുടെയും അതുപോലെ സമസ്തക്ക് പ്രത്യേകം ഫണ്ടൊന്നുമില്ലല്ലോ. വിദ്യാഭ്യാസ ബോർഡിന് ആ സമസ്തക്ക് ഫണ്ട് കൊടുക്കൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ വിദ്യാഭ്യാസ ബോർഡിൻ്റെയും കോടിക്കണക്കിന് രൂപയുടെ വരവ് ചെലവ്, അതിനുള്ള പണം സമ്പാദിച്ച അതിൻ്റെ സ്രോതസ് അത് ബാങ്കിൽ നിക്ഷേപിക്കലാണ്. ആ നിക്ഷേപിച്ച ബാങ്കിൽ നിന്ന് പണം എടുക്കാൻ അധികാരമുള്ള ആളായിരുന്നു അന്ന് മഹാനായ മർഹൂം താജുൽ ഉലമ. പക്ഷേ നാം ദീനിന് വേണ്ടി മുശാവറയിൽ നിന്നും ഇറങ്ങിപ്പോന്നു. ദീനി സംരക്ഷണമാണ് ലക്ഷ്യം. നേരത്തെ സമസ്ത തുടങ്ങുന്ന സമയത്ത് ഒരു ഉറുപ്പികയുടെ ആസ്തിയില്ലാതെ വെറും തഖ്വയിൽ അധിഷ്ഠിതമായി മാത്രം തുടങ്ങിയതാണ്. മഹാനായ താജുൽ ഉലമ ചിന്തിച്ചു, ഈ ചെക്ക് ഒപ്പിട്ട് മുഴുവൻ സംഖ്യ വേണമെങ്കിലും ബഹുമാനപ്പെട്ട താജുൽ ഉലമയ്ക്ക് പിൻവലിക്കാം. ആരും അതിനെ ചോദ്യം ചെയ്യില്ല. അവർ യോഗം ചേർന്ന് റെസൊല്യൂഷൻ പാസ്സാക്കി രണ്ടാമത് ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്ത് ഞങ്ങളിങ്ങനെ ഇവിടെ പൈസ കൈകാര്യം ചെയ്യാനുള്ള ആളുകളെ മാറ്റി ഇന്ന ആളാക്കിയിട്ടുണ്ട് എന്ന് ഇത്രാം തീയതി ചേർന്ന യോഗ തീരുമാനപ്രകാരം ഞങ്ങൾ ഈ റെസൊല്യൂഷൻ തരുന്നു, അഥവാ നിങ്ങൾക്ക് ഈ അഫിഡവിറ്റ് തരുന്നു എന്ന് ബാങ്കിൽ അറിയിച്ചാലേ പിന്നെ ഉള്ള തങ്ങൾ അവിടെ ചെക്കുമായി പോയാൽ കാശ് കിട്ടാതിരിക്കുകയുള്ളൂ. എന്നാൽ ഈ മുഷാവറയിൽ നിന്നും ഇറങ്ങിപ്പോകുന്നതിന് പിറ്റേ ദിവസം തന്നെ രാവിലെ 9:45 ചെക്കിൽ ഒപ്പിട്ടിട്ട് ആ ബാങ്കിലെ ബാക്കി ബാലൻസും പരിശോധിച്ച് ഒരു 100 റുപ്യ അല്ലെങ്കിൽ 1000 റുപ്യ അതിൽ ബാക്കി വെച്ച് ബാക്കിയുള്ളത് മുഴുവനും ബഹുമാനപ്പെട്ട തങ്ങളെ വഴികൾക്ക് പിൻവലിക്കായിരുന്നു. പിൻവലിച്ചിട്ട് ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ പേരിൽ ഒരു പ്രൈവറ്റ് അക്കൗണ്ട് തുടങ്ങി ആ ബാങ്കിൽ തന്നെ നിക്ഷേപിക്കാം. എന്നിട്ട് ഇതിനൊക്കെ തീരുമാനമായതിന് ശേഷം അതിനെടുത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ പോലും ഇങ്ങനെ കുറേ പറയും, അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി പൈസ കൊടുത്തു എന്നൊക്കെ പറയുന്നേ ഉള്ളൂ. അതല്ലാതെ ഇവർ പറയുന്നുണ്ടല്ലോ. പക്ഷേ ധാർമ്മികമായ മൂല്യം കണക്കിലെടുത്ത മഹാനായ താജുൽ ഉലമ ഇങ്ങനെ ഒരു ആദർശ പ്രസ്ഥാനത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഈ കാശും ഈ ബോർഡും ഈ സംഘടനയുമൊക്കെ ആദർശരഹിതമായി ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായത്തിൽ മാത്രം കൈകാര്യം ചെയ്യാമെന്നുള്ളൊരു നിലവാര തകർച്ചയിലേക്ക് ഇവർ വരുന്നത് കണ്ടപ്പോൾ ആ കോടികൾ നമുക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ആ ചെക്ക് ബുക്ക് അവർക്ക് കൊടുക്കുകയാണ് ചെയ്തത്. അല്ലേ, ചെക്ക് ബുക്ക് ഓഫീസിലാണ് സാധാരണ വേണ്ടത്. പക്ഷേ ചെക്ക് ബുക്ക് അങ്ങനെയല്ല, ഇവരുടെ കയ്യിലാണ് ഉണ്ടായിരുന്നത്. അല്ലേ, തങ്ങളുടെ കയ്യിലാണ്. തങ്ങളങ്ങോട്ട് തിരിച്ചു കൊടുത്തു. എനിക്ക് ആ ചെക്കും ബുക്കും കാശും ഒന്നും വേണ്ട. പിന്നെ
ജംഇയ്യത്തുൽ ഉലമയുടെ പുനഃസംഘടന നടന്നപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ മഹാനായ കാന്തപുരത്തിൻ്റെ കൂടെ തന്നെയാണ്. ആലിമീങ്ങളും അവരുടെ കൂടെ തന്നെയാണ്. സുന്നി യുവജന സംഘവും ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിൻ്റെ കൂടെ തന്നെയാണ്. എന്നിട്ട് എൻ്റെ ഓഫീസും മറ്റു കാര്യങ്ങളും ഒരുക്ക് കിട്ടി. അത് സാധാരണ രാഷ്ട്രീയക്കാരെങ്ങനെ അഭിപ്രായ വ്യത്യാസമുണ്ടായി ഒരു പിളരലാണല്ലോ, നമ്മൾ പിളർന്നതല്ല. ചില ആളുകളൊക്കെ ഇങ്ങനെ ഇപ്പോഴും പറയുന്നു പിളർന്നു എന്നാരും പറയരുത്. പിളർന്നിട്ടില്ല. ആ സമസ്തയുടെ ജനറൽ ബോഡി വിളിച്ച് പുനഃസംഘടിപ്പിച്ചതാണ്. അതുകൊണ്ട് പിളർന്നു എന്നുള്ള വാക്ക് നമ്മളവർ പ്രവർത്തകരും ആരും പറയാൻ പാടില്ല. അങ്ങനെ പുനഃസംഘടിപ്പിച്ച് ഇതൊക്കെ നമ്മളെ കൂടെ ആയപ്പോൾ നമ്മൾ വഖഫ് ബോർഡിലേക്ക് മാർച്ച് നടത്തിയതുപോലെ ഒരു 10,000 ആളുകളെ അങ്ങോട്ട് സംഘടിപ്പിച്ച് കോഴിക്കോട്ടുള്ള ഫ്രാൻസിസ് റോഡിലെ സമസ്ത ഓഫീസിലേക്ക് മാർച്ച് നടത്തി അങ്ങോട്ട് കയറി ചെന്ന് അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരോ ആരോ ഉണ്ടെങ്കിൽ അവരെയൊക്കെ പിടിച്ച് പുറത്താക്കി താക്കോല് വാങ്ങി മറ്റുള്ളതൊക്കെ വാങ്ങി പിടിച്ച് നമുക്ക് കൈയടക്കാൻ കഴിയും. അതിന് മാത്രമുള്ള ശക്തിയും അന്നുണ്ടായിരുന്നു. പക്ഷേ മഹാന്മാരായ നേതാക്കൾ പറഞ്ഞു, നമുക്ക് ഒരു രക്തരഹിത വിപ്ലവത്തിലൂടെ, രക്തരഹിത വിപ്ലവം എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഒരു കയ്യിൻ്റെ ചെറുവിരലിൽ നിന്ന് പോലും ഒരു തുള്ളി രക്തം നമ്മൾ കാരണമായി പൊട്ടാതെ, നമ്മൾ കാരണമായി ഒരാളും ആശുപത്രിയിലെത്താതെ ഹക്ക് ജനങ്ങൾക്ക് പറഞ്ഞുകൊടുത്ത് ആ ജനങ്ങളെ നമ്മളെ കൂടെ അടുപ്പിച്ചിരുത്തി എന്നിട്ട് നമുക്ക് ഈ പ്രസ്ഥാനത്തെ ഒന്നുകൂടി പുനഃസംഘടിപ്പിച്ചു കൊണ്ടുവരാം. അതുകൊണ്ട് ഓഫീസ് അവരെടുക്കട്ടെ, ബുക്ക് ഡിപ്പോ അവരെടുക്കട്ടെ, അതിലുള്ള കാശ് അവർ കൈകാര്യം ചെയ്തോട്ടെ എന്ന ആ മാനവികതയുടെ നിലപാട് മഹാന്മാരായ നേതാക്കന്മാർ സ്വീകരിച്ച കാരണം കൊണ്ടാണ് പ്രിയമുള്ള പ്രവർത്തകന്മാരെ അന്ന് ഓഫീസും മറ്റുമൊക്കെ ഓല കയ്യിലായത്. നമ്മൾ പിടിച്ചെടുക്കാൻ വിചാരിച്ചാൽ നമുക്ക് കിട്ടിയിരുന്നു, അല്ലെങ്കിൽ അത് പൂട്ടുമായിരുന്നു. ഓല കയ്യിലുണ്ടാവില്ല. ഒരു പ്രശ്നമായാൽ അങ്ങനെയാണല്ലോ. അങ്ങനെ നമ്മൾ അതും ഉദ്ദേശിച്ചില്ല. കാരണം പൊതുജനങ്ങൾ, പൊതുസമൂഹം ഇതൊക്കെ വിലയിരുത്തും. ആ വിലയിരുത്തുമ്പോൾ നാം അക്രമത്തിൻ്റെ പാത തുടർന്നാൽ ഒരിക്കലും അത് പൊതുസമൂഹം അംഗീകരിക്കുകയില്ല. എന്നിട്ടിപ്പോൾ എന്തേ നമുക്ക് കുറവ് വന്നത്? എന്ത് കുറവാണ് നമുക്ക് ഈ 25 കൊല്ലത്തിനിടയിൽ ഉണ്ടായത്? കഠിനാധ്വാനം നമ്മൾ ചെയ്യേണ്ടി വന്നു അല്ലേ? ഇന്ന് കോഴിക്കോട് ഇസ്ലാമിക് ഒരു സെൻറ്റർ എന്ന നിലക്ക്, അഥവാ മുസ്ലിം സംഘടനകളുടെ ഓഫീസ് എന്ന നിലക്ക് ഏറ്റവും പ്രൗഢിയിലുള്ള ഓഫീസ് അൽഹംദുലില്ലാ അൽഫമറ നമ്മുടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടേതാണ്. അതിൽ നമുക്ക് അഭിമാനിക്കാം. എല്ലാ സൗകര്യങ്ങളുമുള്ള ഓഫീസ്. കോഴിക്കോട് ടൗണിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ നമ്മൾ മർക്കസ് കോംപ്ലക്സിൻ്റെ അവിടുന്ന് ഏകദേശം ഒരു 10-250 മീറ്റർ അങ്ങോട്ട് ആ മുന്നിലുള്ള റോഡിലൂടെ നീങ്ങിയാൽ സമസ്ത സെൻറ്ററിലെത്താം. അതിവിശാലമായിരിക്കുന്ന ഓഫീസും സൗകര്യങ്ങളും നേതാക്കൾക്ക് വിശ്രമിക്കാനുള്ള സൗകര്യമൊക്കെ. പക്ഷെ അതൊന്നും നമ്മൾ പാഠപുസ്തകത്തിൽ വെച്ചിട്ടില്ല അല്ലേ? സയ്യിദ് അലി വാഫക്ക് തങ്ങളാകുന്ന ജംഇയ്യത്തുൽ ഉലമയിലെ പ്രസിഡന്റ് വന്നാൽ മൂപ്പർക്ക് കിടക്കാൻ ഒരു നിലയിൽ റൂമുണ്ട്, അതിൻ്റെ അപ്പുറത്തൊരു ബാത്റൂമുണ്ട് അല്ലേ? അവിടെ ജോലിക്കാർക്കും അതുപോലെ യോഗം നടക്കുമ്പോൾ നേതാക്കൾ വരുമ്പോൾ ഭക്ഷണം കഴിക്കാൻ ടേബിളുണ്ട്. ഇതൊന്നും നമ്മൾ പാഠപുസ്തകത്തിൽ വെച്ചില്ല. അത് പഠിപ്പിക്കേണ്ട ആവശ്യമല്ല. ആവശ്യമുള്ളതെന്ന് അതൊക്കെ കണ്ട് മനസ്സിലാക്കി പോയിട്ടുണ്ട്. ചേളാരിക്കാരങ്ങനെയല്ലല്ലോ. ഞങ്ങൾക്ക് അവിടെ അതുണ്ട്, ഞങ്ങൾക്ക് അവിടെ ഓഫീസുണ്ട്, ബുക്ക് ഡിപ്പോ ഉണ്ട്, അവിടെ മുപ്പത്തിമാർക്ക് ഇരിക്കാൻ സ്ഥലമുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് ചിന്മീരൻ്റെ ക്ലാസ്സിൽ വരുന്നുണ്ട്. ഞാനതുകൊണ്ട് ഇപ്പോൾ പ്രതിപാദിക്കുന്നില്ല. അങ്ങനെ എല്ലാ സൗകര്യങ്ങളുമുള്ള ഓഫീസ് ഇന്ന് നമുക്ക് കോഴിക്കോടുണ്ട്. അതുകൊണ്ട് നാം ആ നല്ല ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഈ അസൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും നാം അതിന് കയ്യേറാൻ പോകാതിരുന്നത് എന്ന് ആ സംശയം ചോദിച്ചവരെയും അതുപോലെ സംശയമുള്ള മറ്റാളുകളെയും വ്യക്തമായി അറിയിക്കുന്നു. പിന്നെ വേറൊരാൾ ഒരു ക്ലിപ്പ് കിട്ടുമെന്നുകൊണ്ടാണ്. അത് മഹാനായ റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദിൻ്റെ പൊരുത്തമില്ലാതെ പല ഭാഗത്തും പ്രസംഗിച്ച് നടക്കുന്ന ഒരു അശ്വരി എന്ന് പറയാം, ഇപ്പോൾ അതിന് അസുവതി എന്നേ പറയാൻ പറ്റുള്ളൂ. അവരെ എന്ത് മാത്താങ്കൂത്ത് കാട്ടിയാലും അവരുടെ പ്രസംഗത്തിനോ വാക്കിനോ ഒരു മറുപടിയും പറയണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. ഇനി അവനൊറ്റയ്ക്ക് ചെന്ന് ചേളാരിയിലോ വഹാബിയിലോ
അല്ലെങ്കിൽ മൗദൂദിയിലോ കാദിയാനിയിലോ ചേകനൂരിലോ അതിലൊക്കെ കൂടിയിട്ട് ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു അഡ്രസ്സുമായി അവനെവിടെയെങ്കിലും ഒരു പരിപാടി വെക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അപ്പം നമുക്ക് നോക്കാം. ഇപ്പോൾ അവനെ അയറോ അനിൽ ജാഹിലീൻ ആ നിലക്ക് അവനെ വിട്ടുകളയാണ്. അതുകൊണ്ട് മേലിലും ഇയാളുടെ എന്തെങ്കിലും ക്ലിപ്പോ അല്ലെങ്കിൽ അയാൾ എങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് എന്നോട് ചോദിക്കാൻ നിൽക്കണ്ട. അയാൾക്കൊരു മറുപടിയും ഞാൻ തരുന്നതല്ല. കണക്ക് തീർത്ത് മറുപടി പറയാൻ അറിയാത്തത് കൊണ്ടല്ല, ഇതൊക്കെ നേരിട്ട് അയാളോട് കുറേ പറഞ്ഞ കാര്യമാണ്, ഇത് പേടിച്ചിട്ടൊന്നുമല്ല. പക്ഷേ ഒരാളാക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ആ ക്ലിപ്പയച്ച് വന്ന് ചോദിച്ച സഹോദരനോടും അങ്ങനെ ഞാൻ ആർക്കെങ്കിലും ചോദിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ അവരോടും പറയുന്നു, ആ ഒതുക്കക്കാരൻ്റെ ചോദ്യവും കൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് എന്നെ സമീപിക്കരുത്. അത് ഒതുക്കങ്ങളൊക്കെ ഉള്ള ആളുകളുണ്ടാവും, അവരോട് നിങ്ങൾ ചോദിക്കുക, പഠിക്കുക, മനസ്സിലാക്കുക ചെലവിടുന്നുണ്ട്. പിന്നെ ഞാനിങ്ങനെ അത് വാട്സപ്പ് തുറന്നു നോക്കുമ്പോൾ അർഹതയുള്ള ആളാണ് മറുപടി പറയേണ്ടത്. അതിന് വേറെ ആൾ ചോദിച്ചിരിക്കുന്നത് സമസ്തൻ്റെ കാര്യം പറയേണ്ടത് അതിന് അർഹതയുള്ള ആളാണ്. സമസ്തൻ്റെ കാര്യം പറയാൻ റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് മുതൽ ഏറ്റവും താഴേക്കിടയിലുള്ള ഒരു ജനറൽ ബോഡി മെമ്പറായ സാധുവായ എനിക്കും അധികാരമുണ്ട്. കാരണം സമസ്ത എല്ലാവരുടെയും ഒരു പൊതു സ്വത്താണ്. നമ്മളൊക്കെ പ്രവർത്തിച്ചിട്ടും നമ്മളൊക്കെ കഴിയുന്ന മാതിരി സഹകരിച്ചിട്ടുമാണ് ഈ പ്രസ്ഥാനം നിലനിൽക്കുന്നത്. ആധികാരികമായി അതിൻ്റെ നയനിലപാടുകൾ അത് പ്രഖ്യാപിക്കേണ്ടത് ബഹുമാനപ്പെട്ട റയീസുൽ ഉലമയും കാന്തപുരം ഉസ്താദിനെ പോലെയുള്ള അഗ്രഗണ്യരായ പണ്ഡിതന്മാരാണ്. ഞാൻ സമസ്തയുടെ ഒരു നയനിലപാടും എൻ്റെ വകയായി ആധികാരികമായി ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ പറഞ്ഞ എത്രയേ ഉള്ളൂ, എന്താണ് ഈ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ കാരണം. എന്നിട്ട് താജുൽ ഉലമയും സംഘവും അതിൽ നിന്ന് ഇറങ്ങിപ്പോന്നിട്ട് അവർക്ക് പരാജയമാണോ സംഭവിച്ചത് അതല്ല ഉയർച്ചയാണോ സംഭവിച്ചത്, ഇത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം, അതിൻ്റെ ചില പശ്ചാത്തലങ്ങളിലേക്ക് എന്താണ് അതിൻ്റെ വിവരമെന്നറിയാത്ത കുറച്ചാളുകളുണ്ട്. അവർക്ക് ആ കാര്യങ്ങളൊന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഈ മഹാന്മാരായ ആലിമീങ്ങളോടൊപ്പം ഒരു ദീനി ദഅവാ പ്രവർത്തകൻ എന്ന നിലക്ക് അവരോടുകൂടെ ഒരു നിഴലായി പ്രവർത്തിച്ചതിൻ്റെ പേരിൽ അനുഭവത്തിൻ്റെ സമ്പത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ പറയുന്നത്, അല്ലാതെ ഊഹാപോഹങ്ങളല്ല. ഇപ്പോൾ ഒരു ചങ്ങായി ഒരു ക്ലിപ്പ് അയച്ചിട്ട് സമസ്തയുടെ രജിസ്ട്രേഷൻ നമ്പറാകുന്ന 1 അത് കാന്തപുരം ഭാഗത്തിൻ്റെ അടുത്താണെന്ന് തെളിയിച്ചാൽ 1 കോടി ഇനാം തരാമെന്നല്ലേ. എന്തുപോലെ കോടി പോലെ മറ്റൊരു ചങ്ങായി പറഞ്ഞാൽ എന്തേനു, അദ്ദേഹം 6372 കോടിയൊക്കെ അല്ലേ, 6372 കോടി തരാമെന്ന് പണ്ടൊരു ചങ്ങായി പറഞ്ഞിന്. അങ്ങനെ ഓർക്ക് ഈ വായിൽ തോന്നിയത് കോതക്ക് പാട്ട് എന്ന് പറഞ്ഞ പോലെ ഓർക്ക് കോടി കാടി പീടി എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒച്ചയും വിളിയിട്ട് നടക്കാം. ആ സ്നേഹിതനോട് നമ്മൾ വളരെ വിനയത്തിൽ പറയുന്നു, പ്രിയപ്പെട്ട സ്നേഹിത, ഹക്ക് മനസ്സിലാക്കലാണ് ലക്ഷ്യമെങ്കിൽ കോഴിക്കോട് എന്ന് പറയുന്നത് നമ്മളെ കേരളത്തിലുള്ളൊരു സ്ഥലമാണ്. ഇവനെവിടെ സൗദിയിലോ മറ്റോ ഗൾഫിലുള്ളവരാണെങ്കിലും നാട്ടിലേക്ക് ഏതായാലും വരുമല്ലോ, അല്ലെങ്കിൽ അതിനായിട്ടൊന്നും വന്നതാ. എന്നിട്ട് കോഴിക്കോട് സ്റ്റാൻഡിൽ പോയി ബസ്സിറങ്ങി ഒരു ഓട്ടോറിക്ഷ എടുത്താൽ ജില്ലാ രജിസ്ട്രാറുടെ കാര്യാലയം എന്ന ബോർഡ് വെച്ച അവിടെ ഇവർ കൊണ്ടുപോയി ഇറക്കിത്തരും. എന്നിട്ട് അവരോട് 15 or 25 എന്തോ വിവരാവകാശ നിയമത്തിന് ചെറിയ ഫീസ് കൊടുക്കേണ്ടതുണ്ട്. ഓരോന്നിനും ഓരോ നിലക്കുള്ള ഫീസാണ്. അതുകൊണ്ട് എത്രയെന്ന് എനിക്ക് പറയാൻ കഴിയൂല. ഇനി 15 ഉറുപ്പ്യ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഓനത് അവിടെ ചെന്ന് 25 പറയുമ്പോൾ നിങ്ങൾ കളവ് പറഞ്ഞില്ല പറയാൻ നിൽക്കണ്ട. എത്രയാണോ അവർ പറയുന്ന ഫീസ്, ആ ഫീസ് കൊടുത്ത് അവിടെ ഒരു അപ്ലിക്കേഷൻ കൊടുത്താൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 4 ദിവസത്തിനുള്ളിൽ, ഇപ്പം തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ അതിലുള്ള ഉദ്യോഗസ്ഥന്മാർ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് പോയില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഒരു 4 ദിവസത്തിനുള്ളിലെങ്കിലും അതിൻ്റെ വ്യക്തമായ മറുപടി അവനക്ക് കിട്ടും. ആർക്കും കിട്ടും, ആര് ചോദിച്ചാലും കിട്ടും അത് അല്ലേ. എന്നിട്ട് ഓനൊന്ന് പരിശോധിക്കട്ടെ, ഞങ്ങൾക്കൊരു കോടിയും വേണ്ട, ഒരു കാടിയൊന്നും വേണ്ട, നിങ്ങൾ ഹക്ക് മനസ്സിലാക്കിയാൽ മതി. ഞങ്ങളിതൊക്കെ ആധികാരികമായിട്ട് പറയുന്നതാണ്. അപ്പോൾ പിന്നെ ആ സമസ്തക്ക് രജിസ്റ്റർ ഉണ്ടോ ഇല്ലേ, അതുണ്ടോ ഇല്ലേ എന്നുള്ളത് പിന്നെ ഒരു തീരുമാനിക്കേണ്ടതാണ്.
നമ്മുടെ അഭിപ്രായ പ്രകാരം 1989 മാർച്ച് 5-ാം തീയതിക്ക് ശേഷം ധാർമ്മികമായി അങ്ങനെ ഒരു സമസ്ത നിലവിലില്ല. ധാർമ്മികമായിട്ടില്ല. പിന്നെ സാങ്കേതികമായി ഉണ്ട്. കാരണം പറഞ്ഞതുപോലെ ഓഫീസും റെക്കോർഡൊക്കെ ഒരു പിടിച്ചു വെച്ചതുകൊണ്ട് സ്റ്റാറ്റസ് കോ നിലനിർത്തി കോടതിയിൽ നിന്നുള്ള ഒരു പേജ് കടലാസിന്റെ ഒരു പിന്തുണയോടുകൂടി അവരിങ്ങനെ സമസ്ത നടക്കുന്നുണ്ടെന്നല്ലാതെ ധാർമ്മികമായി മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ സ്ഥാപിച്ച ആ സംഘടന അതിന്ന് റഈസുൽ ഉലമയുടെ കൈവശമാണ്. ലക്ഷക്കണക്കിന് സുന്നികൾ അതിന് കാവൽ നിൽക്കുന്നുമുണ്ട്. അപ്പൊ അത് ഓരോ കോടിയൊന്നും തരണ്ട, അവിടെ പോയി അന്വേഷിച്ചാൽ മതി എന്ന്. അല്ലാതെ നമ്മളിപ്പോൾ പറയാം നമ്മളെ തന്നെ എന്ന് പറഞ്ഞാൽ അവൻ വിശ്വസിക്കുമല്ലോ, നമ്മൾ കളവ് പറയണമെന്ന് പറയും. അതുകൊണ്ട് ഓനോട് പോയി ചോദിച്ചോട്ടെ. എന്നിട്ട് ചോദിച്ചിട്ട് അല്ല എന്ന് പറഞ്ഞിട്ട് വരികയാണെങ്കിൽ അപ്പവാ ബാക്കി ഇൻഷാ അള്ളാ പിന്നീടാകാം. പിന്നെ മറ്റൊരു സ്നേഹിതം ചോദിച്ചിരുന്നത് ആദ്യം രൂപീകരിച്ച കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഭാരവാഹികൾ ആരായിരുന്നു? അത് ഫസ്റ്റിൽ മുഹമ്മദ് മീറാൻ മുസ്ലിയാരായിരുന്നു പ്രസിഡന്റ്. അന്നും പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ തന്നെയായിരുന്നു സെക്രട്ടറിയും. പിന്നെ ഇവർ ഈ കുതന്ത്രം മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ അവരെ ഒഴിവാക്കിയിട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയായി നല്ല റാഹത്തായിരുന്നപ്പോഴാണ് മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ പ്രസിഡന്റും പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ജനറൽ സെക്രട്ടറിയുമായി ഈ സംഘടന രണ്ടാമത് നിലവിൽ വന്നത്. അത് സമസ്തയുടെ 60-ാം വാർഷികം നടന്നൊരു സോവനിയറുണ്ട്. അതിപ്പോഴും കോഴിക്കോട് SYS ബുക്ക് സ്റ്റാളിൽ കിട്ടും. എല്ലാ പ്രവർത്തകരും അതൊന്ന് വാങ്ങി വായിക്കണം. അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യങ്ങളൊക്കെ ആ സൂവനറിൽ കുറേ നിങ്ങൾക്ക് കിട്ടും. അപ്പം ഞാനൊന്നും എടുത്തുവെച്ച് പറയാത്തത് കുറേ പ്രാവശ്യം പറഞ്ഞുകൊണ്ട് കുറേ കാണാതായിട്ടാണല്ലേ. കുൽഹുവല്ലാഹു അല്ലാഹു റബ്ബുൽ ഫലഖ് എന്നും പിന്നെ എവിടെയെങ്കിലും ഒരു ഖബറിൻ്റെ അടുത്തോ ഒരു മൗലൂദ് ദർശനമൊക്കെ ആണെങ്കിൽ അതാരും പിന്നെ മുസാബ് എടുത്ത് ഓതൽ പതിവില്ല. മുസാബിൽ നോക്കി ഓതിയാൽ കൂലിയുണ്ട്. പക്ഷെ എന്നാലും ഒരു ദുആ എടുക്കുന്നിടത്ത് ഫാത്തിഹ വിളിക്കുന്നിടത്ത് ഫാത്തിഹ സൂറത്തും ഈ ചെറിയ സൂറത്തും ആരും നോക്കി ഓതില്ല. എല്ലാവരും പല പ്രാവശ്യം ഓതി അത് കാണാതെയായി. എന്നാൽ യാസീൻ്റെ സദസ്സിൽ എല്ലാവരും ഓതുന്നുണ്ട് യാസീൻ. എന്നാൽ ചില ആളുകൾക്കൊക്കെ എന്തെങ്കിലും പിഴവ് വരുമെന്ന് വിചാരിച്ച് യാസീൻ്റെ പേര് നോക്കി ഓതലുണ്ട് അല്ലേ. അതുപോലെ പലവട്ടവും ഇതിങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ ഈ കാര്യങ്ങൾ എനിക്ക് കുറേ മനഃപ്പാടമാണ്. ഞാനിതൊന്നും ഇപ്പം നിങ്ങളോട് പറയുന്നത് എന്തെങ്കിലും ഒരു കുറിപ്പിൻ്റെ മുന്നിൽ വെച്ചിട്ടല്ല. അള്ളാഹു നൽകിയ അപാരമായിരിക്കുന്ന ഒരനുഗ്രഹം, ഓർമ്മശക്തി, അത് നശിക്കാത്തതിൻ്റെ പേരിൽ ഓർമ്മകളുടെ ഏടിൽ നിന്ന് എടുത്തിട്ടാണ് നിങ്ങളോട് ഈ കാര്യങ്ങൾ പറയുന്നത്. പിന്നെ ഒരു സാധു ചോദിച്ചപ്പോൾ വേറൊരു ചോദ്യം ഉണ്ട്. ഞാനിപ്പോൾ അതൊക്കെ അങ്ങനെ ഒക്കെ നോക്കിയിട്ടുള്ളൂ. 3-4 ചോദ്യം ഞാനപ്പോൾ മനസ്സിലാക്കിയില്ല. ഒന്ന് തന്നെ. പിന്നെ അവരെ ഇറങ്ങി വന്നിട്ട് അവരെ സമസ്ത പിന്നെ എവിടെ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്തത്, അതിൻ്റെ ഭാരവാഹികൾ ആര് എന്നൊക്കെയാണ്. അത് നമുക്ക് നോക്കേണ്ട ആവശ്യമല്ല. 1989 മാർച്ച് 5-ാം തീയതി ജനറൽ ബോഡി ചേർന്ന് ആദ്യമുള്ളത് പിരിച്ചുവിട്ടു. അത് ധാർമ്മികമായി തന്നെ പിരിച്ചുവിട്ടു. പിന്നെ ഒരു യോഗം കൂടിയോ അല്ലെങ്കിൽ ഒരു രജിസ്റ്റർ ചെയ്തോ ചെയ്തിട്ടില്ലേ അതൊന്നും നോക്കേണ്ട ബാധ്യത നമുക്കില്ല. നമ്മൾ അവരാരെയും നിരാകരിക്കാൻ പോയിട്ടില്ല, നിന്ദിക്കാൻ പോയിട്ടില്ല, ഓരോ സമസ്തനെക്കുള്ള ചിന്തിക്കാനും പോയിട്ടില്ല. പിന്നെ എന്തിനാ കേസ് കൊടുത്തത്? അത് ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞല്ലോ. ഈ സ്വത്തുക്കളൊക്കെ നമുക്ക് അവകാശപ്പെട്ടതാണ്, അത് തരണം എന്ന് കോടതിയിൽ ഒരു അപേക്ഷ കൊടുത്തത്. അത് മാത്രമേ കേസുള്ളൂ. വേറൊരു കേസും നിലവിലില്ല, ഒന്നുമില്ല. അത് തീരുമാനമാകുമ്പോൾ തീരുമാനമാകട്ടെ, ബാക്കി പിന്നീടാകാം. പിന്നൊരാൾ ചോദിച്ചത് ഈ ബഹുമാനപ്പെട്ട താജുൽ ഉലമയും ആലിമീങ്ങളും ഇറങ്ങിപ്പോരുന്ന യോഗത്തിൽ ആ മുശാവറയിൽ എത്ര ആളാണ് പങ്കെടുത്ത്? 25 ആളാണോ 21 ആളാണോ അല്ല 28 ആളാണോ എന്നൊക്കെ. അത് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചിലരൊന്നും ക്ലാസ് ശ്രദ്ധിക്കാതെയാണോ സംശയം ചോദിക്കുന്നത് എന്നൊരു സംശയം ഇപ്പം എനിക്കുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ദൂരീകരിക്കണം, നിങ്ങൾ കേട്ട് മനസ്സിലാക്കണം. കാരണം വളരെ അത്യാവശ്യമായ കാര്യമായതുകൊണ്ട് എൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. അതാരിൽ നിന്നും എന്തെങ്കിലും ഒരു ദുന്യവ്യായ പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ടല്ല. കാര്യം മനസ്സിലാക്കി ജനങ്ങൾ തെറ്റിദ്ധാരണ തീർത്ത് നമുക്കൊക്കെ സ്വർഗത്തിൽ ഒരുമിച്ച് പോകണമെന്നുള്ള നല്ല ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അപ്പുറത്തുള്ള ഒരൊറ്റ ആലിമീങ്ങളെക്കുറിച്ചും അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ഇതുവരെ എന്നോട് പറയില്ല. പക്ഷെ ആദർശപരമായിട്ട് ചിലർ സൂചിപ്പിക്കേണ്ടി വരുമ്പോൾ ആ ഉള്ള യാഥാർത്ഥ്യം നമ്മൾ പറയേണ്ടി വരും. ആ നിലയ്ക്കേ പറയുന്നുള്ളൂ.
അന്ന് പ്രിയമുള്ള സഹോദരന്മാരെ 989 ജനുവരി 16-ാം തീയതി മുഷാവറയിൽ അന്ന് നിലവിലുള്ള ആകെ മെമ്പർമാർ 29 ആളേ ഉള്ളൂ. 29 ആളെ അന്ന് നിലവിലുള്ളൂ. ബാക്കി 11 ആളും അന്ന് നിലവിലില്ല എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടിട്ടും മറ്റുമൊക്കെ അത് ഒഴിഞ്ഞു കിടക്കുകയാണ്. കാരണം അങ്ങനെ വ്യവസ്ഥാപിതമായി നടക്കാത്തത് കൊണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ മർഹൂം TC മുഹമ്മദ് മുസ്ലിയാർ ആദ്യം ചേർന്ന് മുഷാവറയ്ക്ക് സ്റ്റേ കൊടുക്കുമ്പോൾ ഈ മുഷാവറ അതിൻ്റെ വ്യവസ്ഥാപിതമായ നിലക്കല്ല നടക്കുന്നത്. ജനറൽ ബോഡി വിളിച്ചു ചേർത്തിയിട്ട് എത്രയോ കാലമായിട്ടുണ്ട്. ഇവരിങ്ങനെ കുറച്ച് ആളുകൾ മുഷാവറ എന്ന് പറഞ്ഞ് കൂടുകയാണ്. അതുകൊണ്ട് ആ മുഷാവറ ചേരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണെന്ന് കുറച്ച്. അപ്പം അന്ന് അലിമികൾ കുറേ ഉണ്ടാവും. കുറച്ചാൾ അങ്ങനെ മരണപ്പെട്ടു പോയി. പിന്നെ കുറച്ചാളുകളൊക്കെ വരും, ഒരു തീരുമാനിക്കും, അവർക്ക് അഭിപ്രായ വ്യത്യാസമല്ല, അങ്ങനെ പോവുകയാണ്. എന്നാൽ അന്ന് ഈ 89-ൽ 29 ആളേ ഉള്ളൂ. അതിൽ നിന്ന് തന്നെ 21 ആളെ അന്ന് ആ മുഷാവറക്ക് വന്നിട്ടുള്ളൂ. 21 ആൾ. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ഒന്നും ആ മുഷാവറക്ക് വന്നിട്ടില്ല. കാരണം ശാരീരിക അവശത കാരണം. കണ്ണിയത്ത് ഉസ്താദ് വന്നിട്ടില്ല എന്ന് മാത്രമല്ല, 978 മുതൽ 978 മുതൽ 989 വരെയുള്ള കാലയളവിലുള്ള ഏകദേശം 10 കൊല്ലത്തിലധികം നടന്ന, ഒരു കൊല്ലത്തിൽ ശരാശരി ഒരു 10 യോഗങ്ങളും കൂട്ടാം അല്ലേ? അന്നിപ്പം ഞാൻ കുറച്ച് കുറവാണ് നിൽക്കുന്നത്. ഒരു 6 യോഗം കൂട്ടാം. ഒരു കൊല്ലത്തിൽ ഒരു 6 യോഗം അങ്ങനെ കൂട്ടാൻ നമുക്ക് അറിയുമ്പോൾ കൃത്യമായിട്ട് മിനിറ്റ്സ് ബുക്കും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ എത്ര ചേർന്നു എന്നറിയുള്ളൂ. ഏതായാലും ശരാശരി ഒരു 6, അങ്ങനെ 10 കൊല്ലത്തേക്ക് 60 യോഗം. നമ്മളിതൊക്കെ സുമാറ് പറയാട്ടോ. പിന്നെ അങ്ങനെ ഒന്നുകൊണ്ട് 60 അല്ല, ഞങ്ങൾ പോയി കണ്ണി നോക്കുമ്പോൾ 63 ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ 57 ഉള്ളൂ എന്ന് പറഞ്ഞ് എൻ്റെ തലയിൽ കയറാൻ വരണ്ട. ഞാനിതൊരു ഉദാഹരണം പറയുന്നതാണ്. ഈ 60 യോഗം നടന്നെങ്കിൽ ആ 60 യോഗത്തിൽ ഏകദേശം 45 യോഗത്തിലും അധ്യക്ഷം വഹിച്ചത് ബഹുമാനപ്പെട്ട സീനിയർ വൈസ് പ്രസിഡന്റ് ഉള്ളാൾ തങ്ങളായിരുന്നു. KK അബൂബക്കർ അധ്യക്ഷം വഹിച്ചിട്ടുണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട അയിനിക്കാട് ഇബ്രാഹിം മുസ്ലിയാർ, അങ്ങനെ പലരും അധ്യക്ഷം വഹിച്ചിട്ടുണ്ട്. എല്ലാവരും പേരും ഒറ്റയടിക്കണം പറയാൻ കഴിയില്ല. പക്ഷെ തോൻ അധ്യക്ഷം വഹിച്ചത് ആരാണ്? ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങളായിരുന്നു. ഈ മുഷാവറയിൽ 16-ാം തീയതി ചേർന്ന മുഷാവറയിൽ അധ്യക്ഷം വഹിച്ചത് ബഹുമാനപ്പെട്ട മർഹൂം KK അബൂബക്കർ ഹസ്രത്തായിരുന്നു. മൂപ്പര് വൈസ് പ്രസിഡന്റാണ്. അത് തിടുക്കം പിടിച്ച് മഹാനായ ശംസുൽ ഉലമ ഫാത്തിഹ വിളിച്ച് ആദ്യം തന്നെ ഏത് യോഗത്തിലും, കണ്ണിയത്ത് ഉസ്താദുള്ള യോഗത്തിലും ദുആ ചെയ്യൽ കണ്ണിയത്ത് ഉള്ളാൾ തങ്ങളാണ്. പക്ഷേ KK അബൂബക്കർ ഹസ്രത്തും ഒരു വൈസ് പ്രസിഡന്റ് അല്ലേ, അതുകൊണ്ട് ഈ പ്രാവശ്യം ഹസ്രത്ത് വാർക്കട്ടെ അറിഞ്ഞ് അവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചു. ഉള്ളാൾ തങ്ങൾ ആമീൻ പറഞ്ഞു. എന്നിട്ട് ശംസുൽ ഉലമ നിർദ്ദേശിച്ചു KK അബൂബക്കർ ഹസ്രത്തെ അധ്യക്ഷസ്ഥാനത്തേക്ക്. താജുൽ ഉലമ അതിലൊരു എതിർപ്പും പ്രകടിപ്പിച്ചില്ല. ഞാനാ സാധാരണ അധ്യക്ഷം വഹിക്കല്, അല്ലെങ്കിൽ ഞാൻ തങ്ങളും മൂല്യാരും കൂടിയാണ്, മറ്റേ ആൾ വെറും മൂല്യാർ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാനാ അധ്യക്ഷം വഹിക്കേണ്ടത് എന്ന് തങ്ങൾ പറഞ്ഞില്ല. എന്നിട്ട് പെട്ടെന്ന് യോഗ നടപടി തുടങ്ങിയപ്പോൾ ചില കാര്യങ്ങൾ മഹാനായ തങ്ങളവറുകൾ ആ യോഗത്തിൽ ചോദ്യം ചെയ്തപ്പോഴാണ് മറുഭാഗം ഞങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട്, ഭൂരിപക്ഷ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ചെയ്യും, ഇങ്ങനെ ഈ ഭൂരിപക്ഷം 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 എന്ന് പറഞ്ഞുകൊടുന്നപ്പോൾ മഹാനായ തങ്ങളവറുകൾ കസേരയിൽ നിന്നും എഴുന്നേറ്റ് റഹ്മാനായ റബ്ബേ, പരിശുദ്ധമായിരിക്കുന്ന ദീനിൻ്റെ സംസ്ഥാപനത്തിന് വേണ്ടി കൊല്ലങ്ങൾക്ക് മുമ്പ് മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ സ്ഥാപിച്ച ഈ സംഘടന ഇതാ ഇന്ന് ഭൂരിപക്ഷത്തിൻ്റെ പേരിലും മറ്റും പറഞ്ഞ് അവരിങ്ങനെ ബഹളം വെക്കുന്നു. ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ ഈ മുഷാവറയിൽ അധ്യക്ഷ സ്ഥാനത്ത് പോയിട്ടൊരു മെമ്പറായിരിക്കാനുള്ളൊരു വേണ്ടുക പോലും എനിക്ക് നീ നൽകേണ്ട തമ്പുരാനെ എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ആ മുഷാവറയിൽ നിന്നൊക്കെ ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ അതിലന്ന് 21 ആളാണ് ഉണ്ടായിരുന്നത്. 11 ആളയിൽ ഇറങ്ങി പോന്നിട്ടുണ്ട്. എന്നിട്ട് ഇവർ പറയാറ് ഞങ്ങൾ 6 ആളെ പുറത്താക്കി. അപ്പോൾ അപ്പം തന്നെ ഒരു ആ യോഗത്തിൽ തന്നെ ഇറങ്ങിപ്പോകുന്ന പുറത്താക്കുകയാണെങ്കിൽ ഈ 6 ആളെ മാത്രം തെരഞ്ഞു പിടിച്ച് പുറത്താക്കുമോ? ഇറങ്ങിപ്പോയാലൊക്കെ ഓൽക്കെതിരല്ലേ? അപ്പോൾ ഒരു പുറത്താക്കി എന്ന് പറയുന്നത് കളവാണ് എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ്. 21 ആൾ ഇറങ്ങിപ്പോന്നിട്ട് സമസ്തൻ്റെ പുനഃസംഘടനയും മറ്റുമൊക്കെ കഴിഞ്ഞ് സമസ്ത വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ഓര് പറഞ്ഞിട്ടുണ്ട് 6 ആളെ ഞങ്ങൾ പുറത്താക്കിയില്ലേ. പക്ഷെ ഇപ്പോൾ ഓര് പറയുന്നത് ഇറങ്ങിപ്പോകുന്നതാണ് ഓര്, എന്നിട്ട് ഓർക്ക് അവിടെ സീറ്റ് ബാക്കി വെച്ചിരുന്നു. ഒരു പറയാം അപ്പോൾ പിറ്റേന്ന് തന്നെ പുറത്താക്കുകയാണെങ്കിൽ സീറ്റ് ഒരു ബാക്കി വെക്കുമോ? ഈ ആളുകൾക്കുള്ള സീറ്റ് 6 ആളുകൾക്കുള്ള സീറ്റ് ഞങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. അത് ഓലെപ്പോൾ വരികയാണെങ്കിലും ഓൽക്കത് ഞങ്ങൾ തിരിച്ചു കൊടുക്കും ഒക്കെ. പോട്ടെ, 6 ആളെ സീറ്റല്ല. ഇന്ന് ആ മുഷാവറയിൽ എത്ര ആൾക്കാരുണ്ട്? കൊല്ലം 25 കഴിഞ്ഞല്ലോ.
അങ്ങനെ നിങ്ങളെ മുഷാവറയിലേക്ക് എടുത്ത കുറേ ആളുകളുണ്ട്. നിങ്ങൾ ആ മുഷാവറിൻ്റെ ലിസ്റ്റ് ഒന്ന് പ്രസിദ്ധീകരിക്കുകയും ആ മുഷാവറ മെമ്പർമാരെടുക്കൽ ഞങ്ങൾക്കൊന്ന് പോയി ചോദിക്കട്ടെ. ചില ആളുകൾ അത് അറിയുന്നല്ല, മുഷാവറ മെമ്പർമാരാക്കിയത് അറിയുന്നല്ല, ഓരോട്ട് യോഗത്തേക്ക് വിളിക്കലുമില്ല. ആരാ ഓരോ മുഷാവറ നിയന്ത്രിക്കുന്നത്? ഓരോ പരമാത്മാവും ജീവാത്മാവുമായ അമ്പലക്കടവ് ഒരു പൈസീൻ്റെ അടുത്ത നാട്ടുകാരൻ, താമരശ്ശേരിക്കടുത്തൊരു കൂടത്തായി കൈവെട്ടും കാലുവെട്ടും എന്നൊക്കെ പറഞ്ഞ മറ്റൊരു പൈസ, പിന്നെ പൂക്കോട്ടുകാരനൊരു അനൗൺസർ, പിന്നെ അങ്ങ് എറണാകുളം ഭാഗത്തുള്ള ഒരു ഓണം പിള്ളിയോ ഏതോ ഒരു പിള്ളി അയാൾ. ഓലെന്താ പറയുന്നത് അതിനനുസരിച്ചാണ് ഓല സംസ്ഥ. അതുകൊണ്ട് ഓല് പറയുന്ന ആളൊക്കെ യോഗത്തിന് വിളിക്കുക, അതിനനുസരിച്ച് ഓല് വിളിക്കും. ചേരുകയാണെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ ചേരലുണ്ട് തോന്നുന്നു. എന്നല്ലാതെ വ്യവസ്ഥാപിതമായി ഈ 25 കൊല്ലത്തിന് ശേഷം ഏത് മാസങ്ങളിൽ നിങ്ങൾ യോഗം ചേർന്നു, എന്നിട്ട് ഈ രാജ്യത്തെ പൊതുസമൂഹത്തിന് ഉപകരിക്കുന്ന തീരുമാനം, പിന്നെ മുസ്ലിം സമൂഹത്തിന് ഉപകരിക്കുന്ന തീരുമാനം, വിശിഷ്യ സുന്നത്ത് ജമാഅത്തിന്റെ ഉയർച്ചക്കും വളർച്ചക്കും വേണ്ടി എടുക്കുന്ന തീരുമാനം, നിങ്ങൾ തീരുമാനമായി പ്രമേയമായി സെൻട്രൽ ഗവൺമെന്റിനോ കേരള ഗവൺമെന്റിനോ മറ്റ് ഭരണാധികാരികൾക്കോ നിങ്ങൾ സമർപ്പിച്ച ആ പ്രമേയങ്ങളൊക്കെ നിങ്ങളൊന്നുകൂടെ പുറത്തു കൊണ്ടുവരും. ഞങ്ങൾ യോഗം ചേർന്ന് ഇവിടെ മുസ്ലിം സമുദായത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഇന്നത് പറഞ്ഞു, ഇന്ത്യ രാജ്യത്തുള്ള മനുഷ്യരുടെ പൊതുവായ ആവശ്യത്തിന് വേണ്ടി ഇന്നത് പറഞ്ഞു, കേരളത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഇന്നത് പറഞ്ഞു. എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ? എങ്കിൽ മഹാനായ താജുൽ ഉലമ പ്രസിഡന്റായിക്കൊണ്ട് രൂപീകൃതമായ അഥവാ പുനഃസംഘടിപ്പിച്ച ഈ സമസ്ത ഇവിടെ അഖില മേഖലകളിലും ഇടപെട്ടിട്ടുണ്ട്. തിരുത്തേണ്ടവരെ തിരുത്താൻ പറഞ്ഞിട്ടുണ്ട്, താക്കീത് കൊടുക്കേണ്ടവർക്ക് താക്കീത് കൊടുത്തിട്ടുണ്ട്, ഉപദേശിക്കേണ്ടവരെ ഉപദേശിച്ചിട്ടുണ്ട്. അതിൽ ഭരണകർത്താക്കൾ പെടും, ഉദ്യോഗസ്ഥന്മാർ പെടും, അല്ലേ, മറ്റ് ഉമറാക്കൾ പെടും, സാധാരണക്കാർ പെടും. എല്ലാവർക്കും ആവശ്യമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിങ്ങനെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞോ? പിന്നെ എന്ത് സമസ്താന്ന് പറഞ്ഞ് ഞങ്ങൾ നടക്കുന്നത്? അവിടെ കൂടിയാണ്ട് ഒരു ബത്തിയും വാങ്ങി അത് പോക്കറ്റിലിട്ട് അവിടെ കൊണ്ടുവന്ന് ചായയും കടിയും കുടിച്ച് കുറച്ച് AP ഉസ്താദിനെ റീബത്തും പറഞ്ഞ് പിരിഞ്ഞു പോകുന്നൊരു സമസ്തയല്ലാതെ കാന്തപുരം അങ്ങനെ ചെയ്യുന്നുണ്ട്, കാന്തപുരം എങ്ങനെ ചെയ്യുന്നുണ്ട്, അല്ലേ? നോളേജ് സിറ്റി അതിനുള്ള തറക്കല്ലിടൽ കർമ്മം അത് തീരുമാനിച്ച് മുഖ്യമന്ത്രിയെയും മറ്റുള്ള മന്ത്രിമാരെയൊക്കെ ക്ഷണിച്ച വിവരം ഇവരറിഞ്ഞപ്പോൾ അതിനു വേണ്ടി ഇവർ മുഷാവറും. അതിനുവേണ്ടി മുഷാവർ കൂടി എന്തിനാണ്? എന്തെങ്കിലും ആട്ടപ്പോൾ കാന്തപുരപ്പുര വിദ്യാഭ്യാസ വിപ്ലവം കൊണ്ടുവരല്ലേ, നമ്മളും അതിന് ചെറിയൊരു പിന്തുണ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനല്ല കൂടിയത്. മുഷാവറ കൂടിയിട്ട് ഒരു ഉടനെ തീരുമാനിക്കുന്നു, ബാപ്പു വലിയാരും ആലിക്കുട്ടി വലിയാരും അമ്പലക്കടവും മറ്റേ കടവും എല്ലാം കൂടി ഉടനെ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറണം. സഹോദരങ്ങളെ, നിങ്ങളെ കുട്ടികളുടെ അടുക്കൽ നിന്നും ചില മദ്രസകളിലൊക്കെ ഞങ്ങളെ കുട്ടികളുടെ അടുക്കൽ നിന്നും പരീക്ഷാ ഫീസിൻ്റെ ഇനത്തിലും മറ്റു കാര്യങ്ങളിലും പിരിച്ചെടുത്ത കാശ് ഉപയോഗിച്ചുകൊണ്ടല്ലേ നിങ്ങൾ ഈ മൗലവിമാർ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറിയത്. അവർ 1-ാം നമ്പർ AC ക്ലാസ്സിൽ യാത്ര ചെയ്തത്, അവിടെ 1-ാം നമ്പർ ഹോട്ടലിൽ താമസിച്ചത്, അവിടുന്ന് മിഷ്ടാന്ന ഭോജനം നടത്തി വന്നത് ഈ ആലിക്കുട്ടി വലിയാരെയും ബാപ്പുലിയാരെയും സ്വന്തം കീശിന്ന് വിശ്വസിച്ചിട്ടാണോ? അമ്പലക്കടവ് ചെലവാക്കിയിട്ടാണോ? അതിൻ്റെ വൗച്ചർ നിങ്ങളെ വിദ്യാഭ്യാസ ബോർഡിൽ നിന്ന് എഴുതി വാങ്ങിയിട്ടില്ലേ? നിങ്ങൾക്ക് അല്പമെങ്കിലും മനസ്സാക്ഷിക്കുത്തുണ്ടോ? ധാർമ്മികതയുണ്ടോ? എന്തിനാണ് നിങ്ങൾ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോയത്? അവിടെ ചെന്ന് മന്ത്രി കുഞ്ഞാലിക്കുട്ടിയെയും കൂട്ടി മുഖ്യമന്ത്രിയുടെ അടുത്ത് നിങ്ങൾ പോയില്ലേ? എന്നിട്ട് നിങ്ങൾ എന്താ പറഞ്ഞത്? കാന്തപുരം ഇങ്ങനെ ഒരു നോളേജ് സിറ്റി ഉദ്ഘാടനത്തിന് നിങ്ങൾ ക്ഷണിച്ചു ഞങ്ങൾ അറിഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ പോകരുത്. ഉമ്മൻചാണ്ടി നോക്കുകയാണ് കുഞ്ഞാലിക്കുട്ടിനെ മുഖത്തേക്ക്, കുഞ്ഞാലിക്കുട്ടി നോക്കുകയാണ് ഇവർ ഓലി മുഖത്തേക്ക്. ഇത്ര സാധുക്കളായല്ലോ ഇവർ, ഇത്ര വിഡ്ഢികളായല്ലോ ഇവർ കലി കെട്ടിയിട്ടാണല്ലോ വന്നത്, ഇവരൊരു മൂലയുടെ വേഷം കെട്ടിയിട്ടാണല്ലോ വന്നത് എന്ന് ഉമ്മൻചാണ്ടി ചിന്തിച്ചു, കുഞ്ഞാലിക്കുട്ടിയും ചിന്തിച്ചു. ആയിക്കോട്ടെ, നമുക്കൊക്കെ വേണ്ടതുപോലെ ചെയ്യാമെന്ന് നിങ്ങളുടെ മടക്കി വിട്ടൂല്ലേ. ഇപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്ന് ഞാനിങ്ങനെ രാവിലെ സ്ഥലത്തേക്ക് പോകാനൊരുങ്ങുമ്പോൾ BJPൻ്റെ ഞങ്ങളെ മണ്ഡലത്തിലുള്ള സ്ഥാനാർത്ഥി 4-5 ആളുകളും, എനിക്കറിയുന്ന ആളുകളുണ്ട്, നമ്മുടെ നാട്ടിലുള്ള ആളുണ്ട് 2-3 ആൾ, അറിയാത്ത 2 ആളുണ്ട്. അവരെൻ്റെ വീട്ടിലേക്ക് കയറി വന്നു. അപ്പോൾ ആ പെണ്ണിനോട് ഞാൻ പറഞ്ഞു, ഈ ഓഫീസ് റൂമിൻ്റെ അപ്പുറത്തെ ഡൈനിങ് ഹാളിൻ്റെ അവിടെ ഇരുന്നോ, പറയണമൊക്കെ എന്നാലും കേൾക്കാമല്ലോ. മറ്റ് 4-5 ആൾക്കാർ നമ്മൾ ഓഫീസ് റൂമിലെ കസാലയിൽ എത്തി. എന്നിട്ട് എന്താണ് വിഷയം, ഞങ്ങളിങ്ങനെ ആണ് മറ്റാൾ പോലെ കാര്യങ്ങളൊക്കെ ഓല് പറഞ്ഞു. നമ്മളോട് പറഞ്ഞു നമുക്ക് BJP ഭരിച്ചോ,
കുഞ്ഞിരാമൻ ഭരിച്ചോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഭരിച്ചോ അല്ലെങ്കിൽ തങ്ങൾ ഭരിച്ചോ മൂലയർ ഭരിച്ചോ എന്നുള്ളതല്ല നോട്ടം. ഇന്ത്യൻ ഭരണഘടന ഇവിടെയുള്ള ജനങ്ങൾക്ക് നൽകുന്ന അവകാശം, ആ അവകാശത്തിൽ മുസ്ലിമീങ്ങൾ പിന്നോക്കമല്ല, പുറത്തല്ല. ഞങ്ങൾക്ക് ആ അവകാശം മാത്രം കിട്ടിയാൽ മതി. ഞങ്ങൾക്ക് അത്രേ ലക്ഷ്യമുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ തകർത്തലും മറ്റൊന്നിന് ഉയർത്തലും ഞങ്ങൾ ലക്ഷ്യമല്ല എന്നൊക്കെ പറഞ്ഞ് ഇവർക്കൊക്കെ വലിയ സന്തോഷമായി. കാരണം ഓരോന്നും എതിർക്കുന്നില്ലല്ലോ. പക്ഷെ ഒരു കാര്യം നമുക്ക് പറയാനുണ്ട്. എൻ്റെ വീട്ടിലും ചെറിയൊരു ഫ്രിഡ്ജുണ്ട്. കുറച്ചൊക്കെ ഉള്ളിയും തക്കാളിയൊക്കെ കൊണ്ടുവന്ന് അവർക്ക് ചിലപ്പോൾ ഒന്ന് വെക്കേണ്ടി വരുമല്ലോ അതിനു വേണ്ടി. അതുപോലെ പെരുന്നാൾക്കൊക്കെ ചിലപ്പോൾ 2-5 കിലോനൊക്കെ ഉദയത്തിൻ്റെ ഇറച്ചി കിട്ടും. അതും ചിലപ്പോൾ നമുക്കൊരു 4 ദിവസം കൊണ്ടൊക്കെ ചിലപ്പോൾ തീരുള്ളൂ. അതൊക്കെ വെക്കാൻ വേണ്ടിയുള്ള ചെറിയൊരു ഫ്രീസറും സംവിധാനമൊക്കെ എൻ്റെ അവിടെ ഉണ്ട്. ഇവിടെയുള്ള ഞാൻ ആ കൂട്ടത്തിൽ വന്ന മണി എന്ന് അറിയുന്ന ഒരാളുണ്ട് BJP-ൻ്റെ. അവനോട് നമ്മളെ മണി ഇപ്പോൾ വന്നുങ്ങാണ്ട് നമ്മളെ രോഗ്യത്തിനോ പെട്ടെന്ന് അടുക്കളയിൽ കയറി ഫ്രിഡ്ജൊന്ന് തുറന്നു നോക്കി അതിലെന്തെങ്കിലും ഒരു കോയിൻ്റെ 2 കണ്ടോ അല്ലെങ്കിൽ ആട്ടിൻ്റെ കാലോ കണ്ടാൽ ബാക്കിയുള്ളവരൊക്കെ വിളിച്ചു വരുത്തുന്നു. ഇവിടെ ഉണ്ട് പോത്തിറച്ചി വെച്ചിട്ട്. അതുകൊണ്ട് എല്ലാവരും വരണമെന്ന് പറഞ്ഞ് ആൾക്കാരെ കൂട്ടി എന്നെ അടിച്ചു കൊല്ലോ എന്നുള്ള ചെറിയൊരു ഭയം നമുക്കുണ്ട് അല്ലേ. ഈ വന്ന് സ്ഥാനാർത്ഥി അടക്കമുള്ള എല്ലാവരുടെയും അണ്ണാക്കിൽ പിണ്ണാക്ക് കുടുങ്ങിയ മാതിരി ഒരക്ഷരം അവർക്ക് അതിന് മറുപടി പറയാനില്ല. അല്ല, ഞാനൊന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. അപ്പോഴേക്കൊരു ഗ്ലാസ് വെള്ളം കലക്കാൻ പറഞ്ഞു. കാരണം മറ്റ് രാഷ്ട്രീയക്കാരോടൊക്കെ ഞാൻ സിറ്റ് ഔട്ടിൽ നിന്ന് മറുപടി പറഞ്ഞ് വിട്ടതാണ്. ഇവരതൊന്ന് പറയേണ്ടിയിട്ട് കയറ്റിയിരുത്തി അര ഗ്ലാസ് വെള്ളം ചിലവായാലും പാടില്ല എന്നുള്ള നിലക്ക് ഓർക്ക് വെള്ളം കലക്കാൻ പറഞ്ഞ ആ സമയം കൊണ്ട് ഇതും പറഞ്ഞു വിട്ടില്ലേ. അതെന്താ, സാധാരണഗതിയിൽ ഒരാൾ വരുമ്പോൾ നമ്മളിപ്പോൾ ആർക്കും വോട്ട് ചെയ്യാൻ ആ പാർട്ടിക്ക് ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ തന്നെ അവരെ മുഖത്തടിച്ചുകൊണ്ടുള്ള ഒരു മറുപടിയൊന്നും ഒരു അന്തസ്സും അഭിമാനമുള്ളവർ ആർക്ക് വരൂല. ആയിക്കോട്ടെ, നമുക്ക് നോക്കാം, വേണ്ടതുപോലെ ചെയ്യാന്നൊക്കെ പറഞ്ഞ് വിടലല്ലേ. ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. അതുപോലെ ഈ മൂല്യമാർ തലയിൽ കെട്ടി താടിയും വെച്ച് വടിയും കുത്തിപ്പിടിച്ച് ഉമ്മൻചാണ്ടിൻ്റെ അടുത്തെത്തി. ഉമ്മൻചാണ്ടി ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കുക. എന്തിനെതിരെയാണ് ഇവർ വരുന്നത്? ഏഷ്യ രാജ്യത്ത് അല്ലേ, പാകിസ്ഥാനിലില്ല, ബംഗ്ലാദേശിലില്ല അല്ലേ, ഖത്തറിലില്ല, കുവൈത്തിലില്ല, UAE-ലില്ല, ബഹ്റൈനിലില്ല, ഒമാനിലില്ല, ചൈനയിലില്ല, റഷ്യയിലില്ല അല്ലേ, അതുപോലെ ശ്രീലങ്കയിലില്ല, വേറൊരു സ്ഥലത്തും നോളേജ് സിറ്റിയില്ല. ആ സ്ഥാനത്ത് വലിയൊരു ഗവൺമെന്റിന് തുടങ്ങാൻ കഴിയാത്ത ഒരു പദ്ധതി നാട്ടിൽ മുത്തഅല്ലിമീങ്ങൾക്ക് ദർസ് നടത്തിക്കൊണ്ടിരുന്ന ഒരു പണ്ഡിതൻ അദ്ദേഹം ജനങ്ങളിടയിൽ പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്തിട്ട്, ഈ ഗവൺമെന്റിനോടും മറ്റുമൊക്കെ നമ്മൾ ചിലത് ആവശ്യപ്പെടുന്നത് എങ്ങനെയാണ്? പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്തുകൊണ്ടാണ് അല്ലേ. നോളേജ് സിറ്റി ഇൻഷാ അല്ലാഹ് ഒരു 5-8 കൊല്ലം കൊണ്ടത് മുഴുവനും പ്രാവർത്തികമായാൽ 20,000 ആളുകൾക്ക് പ്രത്യക്ഷമായും 60,000 ആളുകൾക്ക് പരോക്ഷമായും അതുകൊണ്ട് ജോലി ലഭിക്കും അല്ലേ. അതിൽ SK-എന്നോ അല്ലെങ്കിൽ ഒന്ന സുന്നീന്നോ ഹിന്ദുവെന്നോ മുസ്ലിമോ എന്നുള്ളോ നോക്കാതെ ജോലി കൊടുക്കുന്നത്. ഇത്രയധികം സൗകര്യം കേരളത്തിൽ ഉണ്ടാക്കുന്ന ഒരു സംരംഭത്തിന് എതിര് നിൽക്കാൻ മനസ്സാക്ഷിയുള്ള ഈമാനുള്ള ആളുകൾക്ക് കഴിയുമോ എന്ന് ഈമാനിനെ കുറിച്ച് അവിടെ നിന്നൊക്കെ പറഞ്ഞു കേട്ടെ ഉമ്മൻചാണ്ടിക്ക് തന്നെ തോന്നി. അത്ര വലിയ വിദ്യാഭ്യാസ വിപ്ലവമല്ലേ ബഹുമാനപ്പെട്ട AP ഉസ്താദ് കൊണ്ടുവന്നത് അല്ലേ. ഇവിടെ ഈ കേരള ഗവൺമെന്റിന് കഴിഞ്ഞോ? അതുകൊണ്ടല്ലേ അതിൻ്റെ തറക്കല്ലിടൽ കർമ്മം നടക്കുന്ന സമയത്ത് ഉമ്മൻചാണ്ടി ചെയ്ത പ്രസംഗം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. മൻമോഹൻ സിംഗ് അന്ന് പ്രധാനമന്ത്രിയാണ്. ആ പ്രധാനമന്ത്രി കേരളത്തിൽ കോൺഗ്രസ് ഭരിക്കുന്ന സ്റ്റേറ്റിലുള്ള മുഖ്യമന്ത്രിമാരെയൊക്കെ വിളിച്ചു, മറ്റുള്ളവരെയും വിളിച്ചു. എന്നിട്ട് പറയുന്നു, ഒരു 10 കാര്യം നിങ്ങൾ എല്ലാ സ്റ്റേറ്റിലും വേഗം നടപ്പാക്കണം, അതിൽ 5 വേഗം നടപ്പാക്കണം. ആ 5-ൽ നിന്ന് പ്രാധാന്യത്തോടുകൂടെ നിങ്ങൾ നടപ്പാക്കേണ്ടത് നോളേജ് സിറ്റിയാണ്. ഇത് ഞങ്ങളോട് പറഞ്ഞിട്ട് വർഷം കഴിഞ്ഞെങ്കിലും ഞങ്ങൾക്കതിനെക്കുറിച്ച് ഒന്നാലോചിച്ച് തീരുമാനമെടുക്കാൻ പോലും ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് കാന്തപുരം ഞങ്ങളെ അതിൽ ഓവർടേക്ക് ചെയ്തു എന്ന ഒരു അസൂയയാണ് എനിക്കുള്ളത്. ഇന്നലെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞ് മറ്റസൂയകളല്ല, സന്തോഷത്തിൻ്റെ അസൂയകളെ. അതുകൊണ്ട് ഈ ഗവൺമെന്റിന്റെ എല്ലാ പിന്തുണയും ഈ വിദ്യാഭ്യാസ വിപ്ലവ പ്രസ്ഥാനത്തിനുണ്ടാകും. ഇത് ഇവരൊരു മുഖ്യമന്ത്രിയെ വിളിച്ചു തറക്കല്ലിടലിൻ്റെ ചടങ്ങിന് ക്ഷണിക്കുമ്പോൾ ഈ മൊയ്ലാമാര് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്ത് കുഞ്ഞാലിക്കുട്ടിനെയും കൂട്ടി പറഞ്ഞിട്ട് ലോകത്ത് ഇത്രമാത്രം വഷളായ ഒരു സംഭവം അല്ലേ. മഹാനായ കണ്ണിയത്ത് ഉസ്താദിൻ്റെ ആ കുരുത്തക്കേട് ഏറ്റവും വലിയൊരു കുരുത്തക്കേടായിട്ടാണ് ഞാനത് കാണുന്നത്. എന്നിട്ട് ഓലിങ്ങനെ പുറപ്പുറത്ത് കയറി ഇപ്പോഴും പറയും ഓലെങ്ങനെയാണ്, ഓലിങ്ങനെയാണ്. അതിന് അന്തസ്സുണ്ടോ? ഇവർക്ക് അഭിമാനമുണ്ടോ? ആഭിജാത്യമുണ്ടോ?
അപ്പോൾ അതിനൊക്കെ വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരന്തം കമ്മി മൂല്യമാരെന്ന നിലക്ക് നമ്മൾ ഓരോ സമസ്യ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ, അതിന് പ്രസിഡന്റ് ഉണ്ടോ, അതിന് സെക്രട്ടറി ഉണ്ടോ, ഇതൊന്നും നോക്കലില്ല എന്ന് ആ സംശയം ചോദിച്ചവരോടും മറുപടി പറഞ്ഞ് അസൂയയിലാണല്ലോ നമ്മൾ മിഞ്ഞാന്ന് അവസാനിപ്പിച്ചിരുന്നത്. ഒരു 2 മിനിറ്റ് കൂടി അത് പറഞ്ഞപ്പോൾ ഏകദേശം 35-36 മിനിറ്റ് ആകാൻ പോവുകയാണ്. ഇതിന്ന് ഇനിയും 1-2 സ്ഥലത്ത് ചില അത്യാവശ്യ കാര്യങ്ങൾക്ക് ആലോചിക്കാൻ പോകാനുണ്ട്. രാത്രി 11 മണിക്കൊക്കെ ചിലപ്പോൾ വരുള്ളൂ, അല്ലെങ്കിൽ അവർ ആലോചിക്കാൻ ഇങ്ങോട്ട് വരും. അപ്പോൾ നമുക്ക് ഈ ക്ലാസ് അവരുടെ ഇടയിൽ നടക്കൂല. അതുകൊണ്ട് ഞാൻ ഇന്ന് അവസാനിപ്പിക്കുകയാണ്. അസൂയയുടെ ഒരു പര്യായമായിരുന്നു 978 മർക്കസ് സഖാഫത്തി സുന്നിയ ബഹുമാനപ്പെട്ട ശൈഖുന ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് തുടങ്ങിയപ്പോൾ സമസ്തയുടെ ജോയിന്റ് സെക്രട്ടറി ആണല്ലോ അന്ന് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ്. സമസ്തന്റെ മറ്റൊരു വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട മർഹൂം കെ അബൂബക്കർ ഹസരത്ത് അവർ മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരിക്കടുത്ത് കാർത്തലയിൽ ഒരു മർക്കസ് തുടങ്ങി. മർക്കസിന് പകരം മർക്കസ്. കാരന്തൂർ മർക്കസിന്റെ ടെലിഫോൺ നമ്പർ 56 562 നമ്പർ എന്നുള്ളതായിരുന്നു. ഇവരും വളരെ പണിപ്പെട്ട് ഇവിടെയും ആ 56 എടുത്ത്. പക്ഷേ ഈ സാധുക്കൾ മനസ്സിലാക്കിയില്ല. അത് കോഴിക്കോട് ജില്ലയിൽ 56 ഇത് മലപ്പുറം ജില്ലയിൽ 56 എന്തിനാണ് ചെയ്യുന്നത്? 56 നമ്പറിലേക്ക് ആരെങ്കിലും വിദേശത്ത് നിന്ന് ഫോൺ ചെയ്താൽ ചാടി കയറി പറഞ്ഞത് അതന്നെയാണ് മർക്കസ്, നിങ്ങൾ അയക്കാളുണ്ട് അയച്ചോളി എന്ന് പിടുങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു. വിവരം നടന്നിട്ടങ്ങളെ 100 അയലത്ത് പോയിട്ടില്ലല്ലോ അല്ലേ. അസൂയയുടെ ഒരു കുന്നിൻ്റെ മുകളിലാണ് ഇപ്പോൾ പോലെ ഇതുള്ളത്. ഞാനവിടെ പോയി കണ്ടിട്ടുണ്ട്. ഇവർ ഈ മർക്കസിലുള്ള കുന്നിൻ്റെ മുകളിലാണ്. ഞാൻ അതിന് അന്ന് തന്നെ അസൂയൻ്റെ കുന്ന് എന്നാണ് പേരിട്ടിയത് അല്ലേ. അസൂയൻ്റെ കുന്ന് ഒരു ദിവസം ഇങ്ങനെ കയറിപ്പോണം. അത്രമാത്രം അസൂയ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇതിന് പകരം തുടങ്ങിയത്. അപ്പം അസൂയയുടെ പേരിൽ തുടങ്ങിയ ആ കാർത്തല മർക്കസിൽ അല്ലേ 978 തന്നെ അതും തുടങ്ങിയിട്ടുണ്ട്. അവർക്കന്ന് സഹായിക്കാൻ ഒരുപാട് മറാക്കളുണ്ടായിരുന്നു, ഒരുപാട് പണക്കാരുണ്ടായിരുന്നു, രാഷ്ട്രീയക്കാരുടെ പിന്തുണ ഉണ്ടായിരുന്നു, ഭരണക്കാരുടെ പിന്തുണ ഉണ്ടായിരുന്നു. പിന്നെ കെ അബൂബക്കർ ഹസരത്ത് തന്നെ UAE മുഴുവനും നീങ്ങി നിരങ്ങി ലക്ഷങ്ങൾ അതിന് സംഭരിക്കുകയും ചെയ്യും. അതൊന്നും നമുക്ക് എതിർപ്പില്ല. വിദ്യാഭ്യാസ സ്ഥാപനം അവിടെ കാരന്തൂർ ഒന്നുണ്ടെങ്കിൽ വേറെ ഉണ്ടാകാനുള്ള വാദം നമ്മളെത്തില്ലല്ലോ. അവിടെയും കുട്ടികൾ പഠിക്കട്ടെ, ഇവിടെയും പഠിക്കട്ടെ, നമ്മുടെ ചിന്താഗതി അതായിരുന്നു. കെ ഹസരത്തിൻ്റെ 37 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ടെലിഫോൺ വന്നു. അതൊരു പ്രധാനപ്പെട്ട ആളുടെ ഫോണായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മുഴുവൻ അറ്റൻഡ് ചെയ്യാതിരിക്കാൻ കഴിഞ്ഞില്ല. നമ്മളെ സമസ്ത നേതാക്കളുടെ കൂടെ വളരെ സജീവമായി ഉണ്ടായിരുന്ന നമ്മളെ എലത്തൂര് അബ്ദുള്ള ഹാജി എന്നുണ്ട്, അബ്ദുള്ള ഹാജി അല്ലേ. ആലിമീങ്ങളെക്കാൾ കൂടുതൽ സൂക്ഷ്മത പാലിച്ച് ജീവിച്ചിരുന്ന സമസ്തയുടെ നേതാവ് തന്നെയായിരുന്നു അബ്ദുള്ള ഹാജി. അദ്ദേഹത്തിൻ്റെ ഒരു മകൻ ചെറിയൊരു ആക്സിഡൻറ്റിൽപ്പെട്ട് വിഷമിച്ചപ്പോൾ അതിനൊന്ന് ദുആ ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ്. അതുകൊണ്ടാണ് ഇടയ്ക്കത് പെട്ടെന്ന് മുറിഞ്ഞു പോയത്. അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും, അബ്ദുറഹ്മാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, സജീവ സുന്നിയാണ്. ആ കുടുംബം മുഴുവനും ഇപ്പോഴും സുന്നത്ത് ജമാഅത്തിന്റെ കൂടെ തന്നെയാണുള്ളത്. ചേളാരി വർഗത്തിൽ ആരുമില്ല. അത്രമാത്രം നമ്മളോട് സജീവമായി സഹകരിക്കുന്ന ആളും കൂടിയാണ്. ഒരു ബൈക്കടിച്ച് ചെറിയ അപകടം പറ്റി ഇപ്പോൾ വിശ്രമിക്കുകയാണ്. അതുകൊണ്ട് പ്രയാസമില്ലാതെ അദ്ദേഹത്തിൻ്റെ എല്ലാ രോഗങ്ങളും അള്ളാഹു പരിപൂർണമായി ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. ഇനിയും സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ അദ്ദേഹത്തിനും നമുക്കുമൊക്കെ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അത്ര വലിയൊരു മഹാനായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ്. അതുകൊണ്ട് നാം തികച്ചും അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. നിങ്ങൾക്ക് പരിചയമുള്ള എല്ലാവരോടും അറിയിച്ച് ദുആ ചെയ്യണമെന്നും ഈ റജബ് 1 ബഹുമാനപ്പെട്ട ഈ എലത്തൂർ അബ്ദുള്ള ഹാജിയുടെ ആണ്ടായിരുന്നു മരണപ്പെട്ട ദിവസം. അതുകൊണ്ട് എല്ലാവരും ഫാത്തിഹ സൂറത്ത് ഓതി ബഹുമാനപ്പെട്ടവർക്ക് വേണ്ടിയും ദുആ ചെയ്യണമെന്നും ആ കൂട്ടത്തിൽ അറിയിക്കുന്നു. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള വിദ്യാഭ്യാസ വിപ്ലവ പ്രസ്ഥാനം നടത്തിയ ഈ സ്ഥാപനമൊക്കെ ഉണ്ടായിട്ട് അതിന് അസൂയ കൊണ്ടും അപ്പുറം തുടങ്ങാനാണ് നോക്കുന്നത്. അതുകൊണ്ടാണ് അസൂയൻ്റെ കുന്നുമ്മൽ തുടങ്ങിയ മഹാനായ മർഹൂം കെ ഹസരത്ത് അവർ തുടങ്ങി വെച്ച ഒരു ഇസ്ലാമിക സ്ഥാപനം സുന്നത്ത് ജമാഅത്തിൻ്റെതാണ് അവർ പറയുന്നത് അല്ലേ. പിന്നെ സുന്നത്ത് ജമാഅത്തിന് എത്രത്തോളം അതിൽ പ്രാമുഖ്യം കൊടുക്കുന്നുണ്ടോ അല്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കലില്ല. കാരണം ഓരോ കോലം അങ്ങനെയാണല്ലോ. എന്തായിരുന്നാലും കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനമാണല്ലോ. മഹാനായ
ഖബറുലുമയൊക്കെ അന്ന് ചിന്തിച്ചത് ആവട്ടെ, മലപ്പുറം ജില്ലയിലൊന്ന് അവിടെ ഉണ്ടാവട്ടെ, കോഴിക്കോട് ജില്ലയിലുണ്ടാവട്ടെ, വേറെ ഉണ്ടാവണം എന്നേ ചിന്തിച്ചിട്ടുള്ളൂ. അതിൻ്റെ പേരിൽ ഒരസൂയവും വെച്ചില്ല. ആ കാരണം കൊണ്ട് 20,000-ലധികം കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമായി മർക്കസ് വളർന്നപ്പോൾ 2,000 കുട്ടികൾ പോലും ഇല്ലാതെ ഈ എല്ലാം ഞങ്ങൾക്കാണെന്ന് പറയുന്ന ഈ കൗമിൻ്റെ ഈ സ്ഥാപനത്തിൽ ഒന്ന് പോയി നിങ്ങൾ പരിശോധിച്ചു നോക്കി. കാർത്തലയിലുള്ള പോലെ മർക്കസ് സർബിയത്തുൽ ഇസ്ലാം, ഞങ്ങൾക്ക് അവരുടെ പേര് മർക്കസാണ് ആദ്യത്തെ പേര് അല്ലേ. അപ്പോൾ അസൂയയിൽ നിന്ന് ഉടലെടുത്തതാണത് അല്ലേ. അസൂയയിൽ നിന്ന് ഉടലെടുത്തുകൊണ്ട് അതിന് വളർച്ച ഉണ്ടായില്ല. അസൂയൻ്റെ വെള്ളമാണ് അതിന് വയ്ക്കുന്നത്, അസൂയൻ്റെ വളമാണ് അതിനിടുന്നത്. അതല്ല എ.പി. ഉസ്താദ് തുടങ്ങിയതിനെ മസ്ജിദുൽ എന്ന് അന്ന് മദീനത്ത് പള്ളിയെടുത്തപ്പോൾ അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞതുപോലെ ആത്മാർത്ഥതയിൽ അധിഷ്ഠിതമായ ഇഖ്ലാസിന്റെ വെള്ളം ഒഴിച്ചുകൊണ്ട്, തഖ്വയുടെ വളം ഉപയോഗിച്ചുകൊണ്ട് അതിനെ പരിചരിച്ചപ്പോൾ ലോകത്തിന് സമാനതയില്ലാത്ത ഒരു സ്ഥാപനമായി അത് വളർന്നു വന്നു. ഈ കൂട്ടരാണെങ്കിലോ വെറും അസൂയ കൊണ്ട് മാത്രം ജീവിക്കാനും തുടങ്ങി. അതിനെക്കുറിച്ച് ഇൻഷാ അള്ളാഹ് നമുക്ക് നാളെ മറ്റന്നാളൊക്കെ ചർച്ച ചെയ്യാം. ഇവിടെ നമ്മൾ പറഞ്ഞ് കുറച്ച് ആളുകൾ ഇത് ചർച്ച ചെയ്യാൻ വേണ്ടി മുസ്ലിം ജമാഅത്തിൻ്റെ കാര്യമാണ് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അവരെ സമയവും മറ്റുമൊക്കെ മാനിച്ചും ഞാനിപ്പോൾ തൽക്കാലം ക്ലാസ് അവസാനിപ്പിക്കുന്നു. നിങ്ങളൊക്കെ എല്ലാവരും നമുക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണം. എനിക്കും കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണം. എൻ്റെ ഭാര്യ ഇപ്പോൾ തന്നെ കുറച്ചൊരു ക്ഷീണമായിട്ട് മോനും ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുകയാണ്. അവർക്ക് സുഖമാകാൻ വേണ്ടിയും നിങ്ങൾ ദുആ ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖ് മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി.